കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു ഭൂമി വാങ്ങിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നമ്മൾ പണി ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം ആ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ വസ്തു ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഏക്കർ ഭൂമി. അപ്പോൾ അതിനകത്തായിരിക്കും അവർ വീട് വയ്ക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇതിൽ എനിക്ക് ഒരു 25 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് എൻ്റെ ഒരു വീടിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് അതിനെ ഒരു വാസ്തുമണ്ഡലം തിരിച്ച് അതിനകത്ത് എനിക്കൊരു വീട് വയ്ക്കണം. അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എവിടെ നമുക്ക് കിണർ വരാം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം. അത് കണക്ക് തന്നെ ചിലർ ചെറിയൊരു വസ്തു വാങ്ങിക്കും, അതിനകത്ത് നമുക്ക് എവിടെ കിണർ വയ്ക്കാം. ചിലരെന്ന് പറയുമ്പോഴത്തേ ഒരു വസ്തു ഓൾറെഡി വാങ്ങിച്ചതിനകത്തൊരു കിണറുണ്ടായിരുന്നു, ആ കിണർ ശരിയാണോ? അപ്പോൾ ഈ കിണറെന്ന് പറയുമ്പോഴത്തേക്ക് കിണർ നമ്മുടെ വാസ്തുപരമായിട്ട് വളരെയധികം പ്രത്യേകതകളും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇതാണ് കിണർ എന്ന് പറയുന്നത്. കിണർ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തരുന്നു അതുപോലെ തന്നെയാണ് ബോർവെല്ലും. ചിലർ പറയും അത് തെക്ക് പടിഞ്ഞാറ് ബോർവെല്ലാണ് സിക്കുന്നത് സാറേ, കിണറല്ല, അത് കുഴപ്പമില്ല, ബോർവെൽ അടച്ചിട്ടിരിക്കുകയാണല്ലേ, അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയല്ല, ബോർവെല്ലും കിണറും ഒരേ സ്വഭാവം തന്നെയാണ്. ഇതിന് രണ്ടും ഒരേ രീതിയിൽ തന്നെ നമ്മൾ കണ്ട് അതിൻ്റെ പരിഹാരങ്ങളായാലും അതിൻ്റെ ഗുണങ്ങളായാലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിണർ എവിടെയൊക്കെ വരാം, എവിടെയൊക്കെ വന്നുകൂടാ എന്നുള്ളത് ഒരു പ്രധാന ഇതാണ്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭൂമിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ 1 ഏക്കർ ഉണ്ടെന്ന് കരുതുക. ഇതൊരു ഭൂമിയാണ്. ഇതിൻ്റെ തെക്ക് വശം, ഇത് വടക്ക്, ഇത് വന്നിട്ട് പടിഞ്ഞാറ്, ഇത് കിഴക്ക് ഭാഗം, ഇത് തെക്ക് കിഴക്ക് ഭാഗം, ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗം, ഇത് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായുകോണ്, ഇത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണ്. ഓക്കെ, ഇതിനകത്താണ് നമുക്കൊരു വീട് വെക്കേണ്ടത്. വീട് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഒരു പ്രോഗ്രാമിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കണക്ക് വാസ്തുവിൽ പറയുന്നുണ്ട്. ഇതിനെ 4ആയി തിരിക്കുക. സൗത്ത് വെസ്റ്റ് കോർണർ വരുന്ന ഈ ഖണ്ഡം നമുക്ക് വീട് വെക്കാൻ ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. ഈ ഭാഗവും നല്ലതായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് നമ്മൾ ഈ ഭാഗം തിരഞ്ഞെടുത്തു എന്ന് കരുതുക. ഏത് ഭാഗമാണ്? വടക്ക് കിഴക്ക് ഭാഗം തിരഞ്ഞെടുത്തു. അപ്പം ഇതിനെല്ലാം നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗം മാത്രം, ഇപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ പറമ്പിൽ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ വീട് പണിയാനായിട്ട് നമ്മൾ ആ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നും അളന്ന് തിരിച്ചു വാങ്ങിച്ചു. ഇവിടെ മാത്രം ഒരു 10 സെൻറ്റ് വാങ്ങിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു 10 സെൻറ്റ്, അപ്പോൾ ഈ ഒരു ഏക്കർ എന്നുള്ളത് ഇപ്പോൾ 25 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിലേക്ക് ചുരുങ്ങിയെന്ന് കരുതുക. ഇതിനും ഈ പറയുന്ന കണക്ക് 8 ദിക്കുകളുണ്ടല്ലോ. സൗത്ത് ഉണ്ട്, തെക്കുണ്ട്, വടക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, കിഴക്കുണ്ട്. ചിലർ വിളിച്ചിട്ട് ഈ ദിക്ക് പറയുന്നത് മലയാളത്തിൽ പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പം തെക്ക് പടിഞ്ഞാറ്, ഇത് വടക്ക് പടിഞ്ഞാറ്, ഇത് വടക്ക് കിഴക്ക്, ഇത് തെക്ക് കിഴക്ക്. ഇതിനെയും നമുക്ക് ഏറ്റവും ചെറിയ പോർഷൻ എവിടെയൊക്കെ ആവുന്നോ അതിനെയും നമുക്ക് ഈ 8 ദിക്കുകളിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ വസ്തു ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വസ്തു ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മളൊരു വീട് വെക്കുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു വീട് വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാള് കെട്ടുക, അല്ലെങ്കിൽ കോമ്പൗണ്ട് തിരിക്കുക. അപ്പം അടുത്തുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് 4 സൈഡും അതിര് തിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരുപക്ഷെ മതിൽ കെട്ടാനൊന്നും പറ്റിയെന്നിരിക്കില്ല, എന്നാലും നമുക്ക് അതിര് തിരിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അതുപയോഗിച്ച് അതിര് തിരിക്കുക. അതിര് തിരിച്ചതിന് ശേഷം അടുത്തത് നമുക്ക് കിണറെന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ലൈനിൽ കിണർ വരാതെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കിണർ ചെയ്യാവുന്നതാണ്. ഇതിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ റോഡ് കിഴക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് റോഡ് നിൽക്കുന്നത്. ഈ റോഡിൽ നിന്ന് നമുക്ക് നമ്മുടെ വസ്തുവിലേക്ക് കയറാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഏതാണ്? വടക്ക് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് കയറുമ്പോൾ നമ്മുടെ കിണറിന് നേരെ ആയിട്ട് ഒരിക്കലും നമ്മുടെ ഗേറ്റ് വരാൻ പാടില്ല. അപ്പം അത് ഒഴിവാക്കി വേണം കിണർ ചെയ്യാൻ. ഇനി നിങ്ങൾ വീട് വെക്കുമ്പോഴും ആ വീടിൻ്റെ മൂല
ഇതിൽ കയറാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പം അതും കൂടി ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എത്ര അളവിൽ വീട് വരും എന്നുള്ളൊരു ഇത് കണക്കാക്കണം. കണക്കാക്കിയതിന് ശേഷം അതിൽ നിന്ന് നമ്മളിങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് കയറാതെ, വീട് കയറാതെ, വീടിലെ കിണർ കയറാതെ നോക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ കിണർ ചെയ്യാം. അതല്ല, ഇതിൽ ഈ കിണറിൽ നമ്മൾ എങ്ങനെയാണ് തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 12 രാശികളാക്കും. 12 രാശികളാക്കിയിട്ടാണ് നമ്മൾ ആ കിണറ്റിൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ കണക്കാക്കുന്നത്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കിതാണ് 12 രാശിഘട്ടങ്ങൾ. 12 രാശിഘട്ടങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിലാണ് നമ്മൾ കിണറിൻ്റെ സ്ഥാനം എടുക്കുന്നത്. മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം അങ്ങനെ എടുത്തിട്ട് ആണ് അതിൽ കിണറിൻ്റെ ഉത്തമമായിട്ടുള്ള രാശികളുണ്ട്, അതിലെടുക്കുക. ഇത് സാധാരണക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാം. അതായത് വസ്തുവിൻ്റെ കിഴക്ക് പകുതിയിൽ നിന്ന് വടക്കോട്ടും വസ്തുവിൻ്റെ വടക്ക് പകുതിയിൽ നിന്ന് കിഴക്കോട്ടും ഈ പറയപ്പെടുന്ന ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കിണറിന് ഉത്തമമായിട്ടുള്ള സ്ഥലമായി വാസ്തുവിൽ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗം മീനൻ രാശിയാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ഭാഗത്ത് കിണർ ചെയ്യാം. തെക്ക് കിഴക്ക്, അപ്പം അവർ ചോദിക്കുന്നുണ്ട്, സാറേ നമുക്ക് അവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാനമില്ല, അപ്പുറത്തെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ഇവിടെ നിൽപ്പുണ്ട്, എന്ത് ചെയ്യാം? എങ്കിൽ കിഴക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വടക്കിൽ ചെയ്യാം. അപ്പോൾ ഒരു മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, സാറേ ഇവിടെ എങ്ങും നമുക്ക് സ്ഥലമില്ല, കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഒക്കെയാണ് സ്ഥലമുള്ളത്, അവിടെ കിണർ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും വാസ്തുപ്രകാരം ആ ഭാഗത്തെ കിണർ പാടില്ല. ഇപ്പോൾ വാസ്തുവിൻ്റെ നിയമങ്ങൾ നമ്മളുടെ സൗകര്യാനുസരണം നമുക്കതിനെ മാറ്റാൻ പറ്റുന്നതല്ല. വാസ്തുവിൽ പറയുന്നത് ഇന്ന ഭാഗത്ത് കിണറില്ല. പിന്നെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് പല പിരമിഡുകൾ ഉപയോഗിച്ചും മറ്റു പലതും ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധി വരെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് ആ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് യഥാർത്ഥത്തിൽ വാസ്തുവിൽ മറ്റൊരു സ്ഥലം പറയുകയോ മറ്റൊരു സ്ഥലത്ത് ചെയ്യുന്നതോ നല്ലതല്ല. അപ്പോൾ കിണർ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. കിണർ സൂക്ഷിക്കേണ്ട പ്രധാന 2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കിണർ മൂലം നമുക്ക് 2 കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നെന്ന് പറയുന്നത് ആ ഭാഗത്ത് ഒരു കുഴി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ ഭാഗത്തെ എർത്ത് വീക്കാകുന്നു, അപ്പം കുഴിയായിരിക്കുന്നു. 2 എന്ന് പറയുന്നത് എന്താണ്? ആ ഭാഗത്ത് വെള്ളം വരുന്നു. അപ്പോൾ ഇതിന് ഈ കുഴിയായിരിക്കാനും വെള്ളം വരാനുമായിട്ട് ചില ഈ 9 ഇതായിട്ട് തിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ആ ഭാഗത്ത് മാത്രമേ ഇത് വരാവൂ. അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് വന്നുകൂടാ. അപ്പോൾ കിണറിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളുടെ കിണറിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നമ്മൾ അക്വേറിയം വെക്കുമ്പോഴും. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് വെച്ചിട്ട് നമ്മൾ വീട്ടിലൊരു അക്വേറിയം സ്ഥാപിച്ചു. അക്വേറിയം എന്ന് പറഞ്ഞാൽ നല്ല ഷോയ്ക്കുള്ള ഒരു വലിയ അക്വേറിയം, ഒരു 25,000-50,000 രൂപയ്ക്ക് ഒരു വലിയ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്തു. ആ അക്വേറിയം നമ്മളുടെ വാസ്തുപരമായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഫംഗ്ഷൻപരമായിട്ട് അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നോക്കി നല്ല ഡയറക്ഷനിലാണ് നിങ്ങളത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും. അതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം നിങ്ങൾ അത് വാസ്തു വിപരീതമായിട്ടും അതിന് എതിർ ദിശയിലുമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളെ മൊത്തം ഒറ്റ അക്വേറിയം കൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഓരോ വസ്തുക്കളും അതാത് ഡയറക്ഷൻ മനസ്സിലാക്കി അതാത് സ്ഥലത്ത് ക്രമീകരിക്കണം. ഇപ്പം നമ്മളൊരു വാസ്തു കൺസൾട്ടിങ്ങിനായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നു വീട് അകവും പുറവും എല്ലാം കണ്ടു, വീടിൻ്റെ പ്ലാൻ എല്ലാം എടുത്തു. നമുക്ക് എന്നിട്ട് അത് ഓരോന്നിനും ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. അതാത് സ്ഥലങ്ങളിലേക്ക് ആ ഫർണിച്ചറുകളായാലും എല്ലാം നമ്മളൊന്ന് ക്രമീകരിച്ച് വെക്കുമ്പോൾ തന്നെ നമ്മളൊരു ടൂളും അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് ഇത്രയും ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ വീടിൻ്റെ പൊതുവേ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഒന്ന് മാറ്റിയതാണ്. ഇന്ന് ഇത്രയും നിങ്ങളൊന്ന് ചെയ്യൂ, 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങളൊന്ന് വിളിക്കൂ. ഈ 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കുമ്പോൾ അവർ പറയും, സാറേ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് മുടങ്ങിക്കിടന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ശരിയായി വരുന്നു, ലൈഫിൽ എന്തൊക്കെയോ ഒരു വലിയ മാറ്റങ്ങൾക്കുള്ള ഒരു ഇത് കാണുന്നു. അതിനോടൊപ്പം നമ്മൾ ഫെങ്ഷുയുടെ ടൂളുകളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു നോക്ക്. നല്ലൊരു ലൈഫിലേക്ക് പോകാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഫെങ്ഷുയിലെ ചില ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് മിസ്റ്റിക് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളാണ്. ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫും ഇവർ തങ്ങളിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങൾ ഒക്കെ ഉണ്ടെന്ന് കരുതുക. അവരുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഒരു സിമ്പിൾ വെക്കുന്നത് ഇവർ തങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ പരസ്പര സ്നേഹം ലഭിക്കാനായിട്ട്, ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനോ ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം കിട്ടാനോ ആ ബെഡിൻ്റെ അടിയിൽ ഈ ഒരു മിസ്റ്റിക് നോട്ട് ഇട്ടിട്ട് അവർക്ക് കിടക്കാവുന്നതാണ്.
അതുപോലെ ഇവരുടെ പിന്നെ അനിമൽ എടുക്കുക. ഇപ്പോൾ ഓരോ വ്യക്തി ജനിക്കുന്നത്, അതായത് ഓരോ വർഷത്തിലും ഓരോ അനിമലുണ്ട്. ഓരോ വ്യക്തി ജനിക്കുമ്പോഴും അവർക്കൊരു അനിമലുണ്ട്. അപ്പം ഈ ഗൃഹനാഥന്റെ അനിമൽ, അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം എടുത്ത്, ഗൃഹനാഥയുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എടുത്ത്, അവരുടെ അനിമലും എടുത്ത്. അപ്പോൾ ഈ രണ്ട് അനിമൽസ് തങ്ങളിൽ നോക്കുമ്പം ഇവർക്ക് എത്ര സ്റ്റാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഫംഗ്ഷനിൽ 4 സ്റ്റാറാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുള്ളവരുണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു 3 സ്റ്റാർ ഇല്ല, അല്ലെങ്കിൽ 4 3 സ്റ്റാറില്ല, 2 സ്റ്റാറുകൾ അല്ലെങ്കിൽ 1 സ്റ്റാറേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവർ തങ്ങളിലുള്ള ഐക്യം പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ഇവർ കൂടുതൽ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അമിത്തിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ഉപയോഗിച്ച് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു റെഡ് റിബൺ എടുക്കുക, അമിത്തിസ്റ്റിൻ്റെ ഇതിലത്തൊരു സ്റ്റോൺ വാങ്ങിക്കുക, ഇതിൽ ആ റെഡ് റിബൺ കെട്ടുക. കെട്ടിയതിന് ശേഷം അവർ കിടക്കുന്ന ബെഡിൻ്റെ കാല് വരുന്ന ഭാഗത്ത് ഇതിനെ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇവർ തങ്ങളുടെ ഐക്യം കൂടും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ ഒരുപാട് ടൂളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഒരു ടൂളും കൂടെ കാണിക്കാം. ഇത് ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് എന്ന് പറയുന്നൊരു ടൂളാണ്. ഇത് നമ്മളിലേക്ക് പൈസ വരാനും അത് പിന്നെ ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ 3 ലെഗ്ഡ് ഫ്രോഗ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ഒരു 3 കാലുള്ള തവളയാണ്. ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും വെച്ചിട്ട് പ്രധാന ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.